ഹലോ, എല്ലാവർക്കും നമസ്കാരം. പോഡ്കാസ്റ്റ് ബൈ നിഷ ജോസ് സീസൺ 1 എപ്പിസോഡ് 12 ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം നന്ദി. തരുന്ന സപ്പോർട്ടിനെല്ലാം ഒത്തിരിയധികം നന്ദിയുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു സ്റ്റോപ്പ് ഡ്വെല്ലിംഗ് ഓൺ ദ പാസ്റ്റ്. അതായത് നമ്മളെ ഈ നടന്നുപോയ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രവണത കളഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പം ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതും ചീത്തയും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതും വളരെ ചിരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ട് മാത്രമാണ്. പക്ഷെ ഇതിലെ നല്ല മെമ്മറീസ് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഒരു വിഷമമുള്ള സന്ദർഭങ്ങളോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെ ട്രിഗർ ചെയ്യും. ചില ഇൻസിഡൻസ് ഒക്കെ നമുക്ക് ട്രിഗർ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പാസ്റ്റിൽ നീന്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ കിടക്കത്തേ കാരണം നമുക്ക് ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ് നൗ എന്താണോ എനിക്കുള്ളത് ആ ഒരു മൊമെന്റ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഈ പാസ്റ്റിനെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ലെറ്റ്സ് മൂവ് ഓൺ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ലൈഫിന്റെ ആ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു കഥ രചിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ലൈഫിന്റെ ആ ഒരു കഥ രചിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം ശരിക്കും നമ്മളുടെ ഈ ഓരോ ദിവസവും നമ്മൾ നടക്കുന്ന ആ ഓരോ കാര്യങ്ങൾ, ഇപ്പം ഫ്രണ്ട്സിനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയിരിക്കാം, ചിലപ്പം പാർട്ട്നേഴ്സ് തമ്മിലായിരിക്കാം, ലവേഴ്സ് തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്കാരായിരിക്കാം, വീട്ടുകാരായിരിക്കാം. ഇങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ ആ ഓരോ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അതൊക്കെ നമ്മളുടെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു കഥയാണ് ശരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഓരോ നല്ല നല്ല നിമിഷങ്ങളാണ്. അതുപോലെ അതിൻ്റെ അകത്തു നിന്നുണ്ടാകുന്ന ആ ഒരു ഇപ്പൊ എന്ത് പോസിറ്റീവായിട്ടാണെന്നും നെഗറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിലുള്ള റെസ്പോൺസുകൾ, അതൊക്കെ നമുക്കൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അത് ശരിക്കും നമ്മള് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാനും, അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താണ് ലേൺ ചെയ്യാന്നുള്ളത് കണ്ടുപിടിച്ച് ആ ഒരു മൊമെന്റ് നമ്മൾ ക്രിയേറ്റീവായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു, അല്ലെങ്കിൽ ഞാനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ശരിയായില്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയോട് ഞാൻ സംസാരിച്ചു ശരിയായില്ല, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സന്ദർഭത്തില് അത് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിന് അപ്പോളജി ചെയ്യേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ അപ്പോളജി ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് എന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നതെന്ന് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകുന്നതിലാണ് നമ്മുടെ ആ ഒരു സക്സസ്ഫുൾനെസ്, ആ ഒരു മൊമെന്റ് സക്സസ്ഫുൾ ആകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആ ഒരു പ്രസന്റിൽ തന്നെ നമ്മൾ ആ ഒരു 100% സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതെന്ന് പറയുന്നത്. നമുക്ക് ലൈഫിൽ പല ഇവന്റ്സ് നടന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു ഡോട്ട് വെച്ച് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഡോട്ട് ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ, അല്ലെങ്കിൽ ഇപ്പം ബീറ്റ് റൗണ്ട് ദ ബുഷ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ രീതിയിലൊക്കെ വളഞ്ഞു പിടിച്ചതും ഒക്കെ ആയിട്ടുള്ള പല ഡോട്ടുകൾ കാണും. പക്ഷെ ഇതൊക്കെ ശരിയാവും കാരണം ഇനിയും ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന ഈ ഒരു മൊമെന്റിൽ എന്താണോ എന്റെ മുന്നിലേക്ക് വരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നു, ഞാൻ അതിനെ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു, ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതിലിരിക്കും നമ്മളുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പ്രസന്റില് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കൂടുതലും മൈൻഡ് ക്ലിയർ ആയിട്ടിരിക്കും, നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം ഉള്ളെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആ ഓരോ കാര്യങ്ങളിലും നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം.
പഠിക്കുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാര്യം ചെയ്തതിൽ നമ്മളുടെ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലേ, 100% എഫേർട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഓക്കെ 70% എഫേർട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ 70 ഇട്ടു അല്ലെ 50 ഇട്ടു, അതെന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് അപ്രീസിയേഷൻ ചെയ്യാനുള്ള ഒരു ഫാക്ടറുള്ള ഒരു സംഗതിയാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇതിൽ നിന്ന് പഠിക്കാൻ പോവാണ്. ഇനിയിപ്പോ അടുത്ത ആ ഒരു 50% അല്ലെങ്കിൽ ആ ഒരു 30% ഞാൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഓരോ ഇതിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ തന്നെ ഓണർ ചെയ്യാൻ ശ്രമിക്കുക, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഗെറ്റ് ഇൻസ്പയർഡ് ബൈ അതേഴ്സ് എന്ന് എല്ലാവരും പറയാറുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല എക്സാമ്പിൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അവരുടെ ആ ഒരു ലൈഫൊക്കെ ഇതിൽ നിന്നും കിട്ടും. തീർച്ചയായിട്ടും അതൊക്കെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഓൺ ലൈഫിനെ എത്രമാത്രം, എനിക്കറിയത്തില്ല, എന്റെ മനസ്സിൽ കൂടെ തോന്നിയ ഒരു തോന്നലാണ്, നമ്മൾ എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഇൻസ്പയർഡ് ആണ്, അല്ലെ നമ്മളെന്ന് പറയുന്ന വ്യക്തിയിൽ ഇൻസ്പയർഡ് ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എനിക്കറിയില്ല. ഞാനിപ്പോ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോഴാണ്. കാരണം ഗെറ്റ് ഇൻസ്പയർഡ് ബൈ അതേഴ്സ് എന്നാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. പക്ഷെ നമ്മൾ സ്വയം ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അതിൽ നിന്ന് ഓക്കെ എനിക്ക് ഇത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പം ഐ നീഡ് ടു ട്രൈ മോർ, മേ ബി ഐ കൻ ഡു ബെറ്റർ, ഇത് നല്ലതാണല്ലോ, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു മോട്ടിവേഷണൽ സ്പീച്ച് ഒന്നും അല്ല, ജസ്റ്റ് ഒരു തലക്കട പോയ ഒരു ചിന്ത മാത്രമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം എനിക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ദിവസം തുടങ്ങുമ്പോഴും ഓക്കെ ഞാനൊരു കോഫി കുടിക്കുക, അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോവാം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാം, ഇങ്ങനെ ആ ഓരോ മൊമെന്റ് വരുമ്പോഴും നമ്മൾ ഓരോ കാര്യം എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പം ശരിക്കും നമുക്ക് ഒത്തിരി ഗ്രഡ്ജസ് ഒക്കെ ഇങ്ങനെ, അതായത് വിദ്വേഷം വൈരാഗ്യമൊക്കെ വെച്ചോണ്ട് നമുക്കിങ്ങനെ മനസ്സ് വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു, അതിനുശേഷം അത് പാസ്റ്റാണ്, അത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോ കഴിഞ്ഞു പോയ കാര്യം നമുക്ക് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു കാര്യം ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട്, അപ്പൊ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ മൊമെന്റ്സ് അല്ലെങ്കിൽ ഓരോ എക്സ്പീരിയൻസ് അതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെങ്കിൽ തന്നെ നമുക്ക് ആ ഓരോ മൊമെന്റ്സും പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോയി നമുക്ക് എൻജോയ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്, ശരിക്കും ബിലീവ് ഇൻ യുവർ സെൽഫ്, നമ്മളെ തന്നെ വിശ്വസിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കുക, ഈ ഒരു മൊമെന്റിൽ ജീവിക്കാൻ പഠിക്കുക. ഭയത്തെ പേടിക്കാതിരിക്കുക. ഭയം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഇച്ചിരി പേടിയൊക്കെ തോന്നിന്നിരിക്കും, പക്ഷെ അത് ആ ഒരു ഇതെന്ന് പറയുന്നത് പേടിയാണോ നമുക്കതോ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള മടിയാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഓക്കെ 1 to 10 ഒന്ന് കൗണ്ട് ചെയ്യുക, അല്ല റിവേഴ്സ് ഒക്കെ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തോറ്റു, നടന്നു, അത്രയല്ലേ ഉള്ളൂ. ഇതിനെല്ലാം ഒരു 50% ചാൻസ് ഉണ്ടെന്നേ. നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഫൊർഗെറ്റ് ദ ഫിയർ. അത് തന്നെ. അതുപോലെ തന്നെ നമ്മളുടെ വാല്യൂസും മൊറൽസും ഒക്കെ നമ്മൾ മുറുകെ പിടിച്ച് അങ്ങോട്ട് പോവുക. നമ്മളിപ്പം വേറെ ആർക്കും ദോഷകരമായിട്ടൊന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സമാനത്തോടെ ഇരിക്കാം. അപ്പൊ പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഓർത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ക്ഷമിക്കാൻ പഠിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ സ്വയം സോറി പറയാനും പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ദേഷ്യം അല്ലെങ്കിൽ പ്രതികാരം, ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ഈ ഒരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ കളയുക. ശരിക്കും അന്നേരം തന്നെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ എന്തുവാ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൊമെന്റിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മൾ ചെയ്തതെന്ന് തന്നെ ചിന്തിച്ചാല് ഓക്കെ, അത് എന്റെ ഒരു 100% ഇൻപുട്ട് ഇട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പറ്റി എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മൾ അക്നോളജ് ചെയ്ത് അതെന്റെ ഒരു ബെസ്റ്റ് എഫേർട്ട് ആയിരുന്നു ആ മൊമെന്റിൽ എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. You were all listening to podcast by Nisha Joy season 1 episode 12. എല്ലാവരും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.